മമ്മ ഞാൻ ഇറങ്ങുവാണേ. ഓക്കെ ശരി എന്നാ ബൈ. എടി ചെന്നു എങ്ങോട്ടാടി? കഴിച്ചിട്ട് പോടേ. ഇപ്പൊ സമയമില്ല, ലേറ്റായി, വന്നിട്ട് കഴിക്കാം. ബൈ. நெஞ்சோடு காதல் சேர நெஞ்சோடு காதல் சேர மூச்சு முட்டுதே. இந்நாளும் இந்நாளும் கைகோர்த்து போகும் பாதை கைகோர்த்து போகும் பாதை கண்ணில் தோன்றுது. സാറാമ്മോ, പിള്ളേർ രണ്ടുപേരും പോയോ? എക്സ്ക്യൂസ് മീ സർ, മേ ഐ കം ഇൻ? ആ വന്നോ? എന്താണ് ജസ്ലിൻ, താൻ ഇന്നും ലേറ്റ് ആണല്ലോ. ഇനി കൂടുതൽ നേരം ഇവിടെ നിൽക്കാണ്ട് ഇന്നലെ തന്ന വർക്ക് പോയി കംപ്ലീറ്റ് ചെയ്യാൻ നോക്ക്. വിതിൻ ഹാഫ് ആൻ അവർ ആ ഫയൽ കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ടേബിളിൽ ഉണ്ടാവണം. ഡിഡ് യു ഗെറ്റ് മീ? യെസ് സർ, ഐ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ ദെൻ ഗോ. पहले इश्क लड़ा लूं उसके बाद लाऊंगा सनम रे सनम रे तुम मेरा सनम हुआ रे. എടാ തരൂ, ദേ മാഡം വന്നു. മാഡം വന്നോ? Tatan, tell everyone to assemble in the meeting room immediately. യെസ് മാം. എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ടും എന്നെ എന്തിനാണ് ഈ വിവാഹത്തിന് നിങ്ങൾ നിർബന്ധിക്കുന്നത്? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കാൻ പോകുന്നില്ല. അമ്മ വിഷമിക്കാതെ, ഏട്ടനോട് ഞാൻ സംസാരിക്കാം. മോളെ, നീ പപ്പ പറയുന്ന ഒന്ന് കേക്ക് മോളെ. പപ്പ ഇനി എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, എനിക്ക് ആ മരക്കഴുത്തേനെ കെട്ടാൻ പറ്റത്തില്ല. എടി ചേച്ചി, എന്താടി നിനക്ക് ചേട്ടനെ കെട്ടിയത്? ചിന്നു, നിനക്ക് ഞാൻ ജീവനോട് ഇരിക്കുന്ന കണ്ടിട്ട് സഹിക്കുന്നില്ലേ? എന്നെ കൊലക്ക് കൊടുക്കണമെന്ന് വല്ല നിർബന്ധമുണ്ടോ നിനക്ക്? ആ തരുവാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ഇത് അവൻ, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. നിനക്കപ്പോ തരുവിന് ഇഷ്ടമാണോ? അതുകൊണ്ടാണോ നീ കല്യാണം വേണ്ടെന്ന് പറയുന്നത്? എന്റെ പൊന്നു ചിന്നു, എന്നൊന്നും ദേഷ്യം പിടിപ്പിക്കാതെ ഇവിടുന്ന് പോകുന്നുണ്ടോ നീ? സമ്മതമാണ്. തരിക്കിനെ വിവാഹം ചെയ്യാൻ എനിക്ക് സമ്മതമാണ്. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്നെ കല്യാണം കഴിക്കാൻ സമ്മതമല്ല എന്ന് പറയണമെന്ന്. പിന്നെ നീ എന്തിനാണ് സമ്മതാണെന്ന് പറഞ്ഞു? നോക്കിക്കോ, ഇതിന് നീ അനുഭവിക്കും. പിന്നെ അനുഭവിപ്പിക്കാൻ നീ വാടാ. എന്നോട് എന്തെങ്കിലും ചെയ്താലേ അതിന്റെ ഇരട്ടിയായിട്ട് തിരിച്ചു ചെയ്യാൻ എനിക്കറിയാം. ഇതിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതാ വന്നോ? നമുക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയാമെങ്കിൽ കൂടി വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചൊരു മാരേജ് ആയിരുന്നു ഇത്. അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും ഈ മാരീഡ് ലൈഫിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം വേണ്ടി വരും അല്ലേ? അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും പയ്യെ ടൈമൊക്കെ എടുത്ത് പരസ്പരം മനസ്സിലാക്കിയിട്ട് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം. എന്ത് പറയുന്നു? ഓക്കെ. അറിയാതെ അറിയാതെ ഹൃദയം ആഴിയ പാട്ടിനൊരഴകായി. എനിക്കൊരു വയ്യ, മതിയായി, എല്ലാം സഹിച്ചിരിക്കാൻ മതിയായി. കിച്ചു, നീ ചെയ്യുന്നതിനൊക്കെ ഒരു ദിവസം നീ റിഗ്രറ്റ് ചെയ്യും, ഓർത്തോ?
ഒന്നും പറയാറായിട്ടില്ല, ബട്ട് വിൽ ട്രൈ അവർ ബെസ്റ്റ്. ഈ ജയ നമ്മുടെ മോള്